അത് പുതിയ ജനറേഷന് പിന്നെ അവിടെ വെച്ച് തുടങ്ങാലോ അല്ലെ? റിയൽ എസ്റ്റേറ്റ് മാൻ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് 3 questions ബൈ സജ്ജയ് ഖാൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് വരുന്നത്. നല്ല ക്വസ്റ്റ്യൻ. വെൽക്കം ടു 3 questions ബൈ സജ്ജയ് ഖാൻ. ലക്ലി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മിസ്റ്റർ സുലൈമാൻ കാരാടൻ സാറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ദി ടൈം. എനിക്കറിയാം ബാക്ക് ടു ബാക്ക് മീറ്റിംഗ്സ് ഞാനിവിടെ കണ്ടായിരുന്നു. ഇനിയും കുറച്ച് പേര് വെയിറ്റിംഗ് ഉണ്ട്. നമുക്ക് ഈ ഒരു ടൈം തന്നതിന് തന്നെ താങ്ക് യു സോ മച്ച്. അപ്പോ സാറിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മാൻ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് സാറിന്റെ നെയിമാണ്. നമ്മൾ ഇന്ന് കാണുന്ന മേജർ ലാൻഡ് ഡീലിംഗ്സും കേരളത്തിൽ ഇത്രയും ഡെവലപ്മെന്റ്സ് വന്നതിലെല്ലാം ഒരു സർട്ടൻ പെർസെന്റേജ് വഹിച്ചേക്കുന്നത് സാറാണ്. അപ്പൊ നമ്മൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു 3 questions ബൈ സജ്ജയ് ഖാൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ 3 questions ചോദിക്കും, അത് ജസ്റ്റ് ആൻസർ ചെയ്യുക. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ, ഇഫ് യു ഗോ ബാക്ക് ഇൻ ടൈം, സാർ ഒരു 20 years ആയിട്ട് മാറുകയെന്നുണ്ടെങ്കിൽ സാറിന് തന്നെ എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുക? അതായത് ഞാൻ ഒരു 20 കൊല്ലം ബാക്കിലേക്ക് പോയാൽ എന്താന്നുള്ളതല്ലേ? ഓക്കെ ഓക്കെ, മനസ്സിലായി. അത് പുതിയ ജനറേഷന് പിന്നെ അവിടെ വെച്ച് തുടങ്ങാലോ അല്ലെ? നല്ല ക്വസ്റ്റ്യൻ. നമുക്ക് പാളിച്ചകള് നല്ലൊരു കമ്പനി ബിൽഡ് ചെയ്യുക, അതൊരു ഓർഗനൈസേഷൻ വളരെ കൃത്യമായിട്ട് കൊണ്ടുപോയിട്ടില്ലല്ലോ എന്നൊരു സങ്കടം. അത് കൊണ്ടുപോയത് കുറെ കഴിഞ്ഞിട്ട് ടൈം വേസ്റ്റ് ആയി. അതൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പക്ഷെ അന്ന് അത്തരത്തിലുള്ള ഒരു സൗകര്യമേ ഉള്ളായിരുന്നു. അതുകൊണ്ടായിരുന്നു ആ സിസ്റ്റം ബിൽഡ് ചെയ്യാഞ്ഞത്. ഇപ്പോ എനിക്ക് പുതിയ ന്യൂജനോട് ആ 20 കൊല്ലത്ത് കഴിഞ്ഞ ആൾക്കാരോട്, തുടങ്ങുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഒരു സിസ്റ്റം, നിങ്ങൾ എന്തൊരു ചെറിയ സംഭവമാണെങ്കിലും ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക. ആ സിസ്റ്റം ബിൽഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്രയുണ്ട് അതിന്റെ മേലെ പൊന്തി, അതായത് അതിന്റെ ഒരു ഡൗൺ എർത്ത് നല്ല ഉഷാറാക്കി ഉണ്ടാക്കുക. അതാണ് അതിന്റെ ഒരു വിജയം. അതിലെത്ര മാളിക വേണമെങ്കിലും നിങ്ങൾക്ക് പൊക്കാം.